നമ്മൾ ഒട്ടുമിക്ക പേരും ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ 90% ആൾക്കാരും റോങ് ആയിട്ടുള്ള പാത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കാറില്ല. ഹായ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ എന്താണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു കോടീശ്വരനാകുന്നതാണോ, അതോ 30ാമത്തെ വയസ്സിൽ തന്നെ നമ്മുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നതാണോ, അതോ ഇതെന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ സീക്രട്ട് ഫോർമുലയാണോ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നമുക്ക് റിയൽ പാത്ത്, അതായത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാനുള്ള റിയൽ പാത്താണ് നിങ്ങളോട് പറയാനുള്ളത്. അതായത് ഇത് വെറും ഒരു തിയറി അല്ല, മോട്ടിവേഷൻ മാത്രമല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കും. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി വർക്ക്. സോ എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷറി ലൈഫ് ഒന്നുമല്ല, അല്ലെങ്കിൽ ഇതൊരു ലക്ഷറി കാറ്, അല്ലെങ്കിൽ ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ഒന്നുമല്ല, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കാണുന്ന പോലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ, അതൊന്നുമല്ല ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒരു മാസത്തെ ചിലവ് 40,000 രൂപയാണ് എന്നിരിക്കട്ടെ. അതായത് നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞു കൂടാനായിട്ട് 40,000 രൂപ വേണം. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാതെ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് 40,000 രൂപ വേണമെന്നിരിക്കട്ടെ. ഈ 40,000 രൂപ നിങ്ങൾ വർക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇൻകമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ 40,000 രൂപ, ആ 40,000 രൂപ നിങ്ങൾക്ക് മീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ 40,000 രൂപയുടെ ക്യാഷ് ഫ്ലോ നിങ്ങൾ വർക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിനെ അർത്ഥമാക്കുന്നത് നിങ്ങൾ സൂപ്പർ റിച്ച് ആകണം എന്നല്ല. ഇത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ നിങ്ങളുടെ സാലറി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്കൊരു ഫ്രീഡം ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ജോബ് സ്ട്രെസ്സോ മറ്റുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോ പറഞ്ഞ് ഇറങ്ങിപ്പോകാം. അതൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ഒരു മേന്മ എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് വളരെ സിമ്പിളായിട്ട് തന്നെ കവറായി പോകുന്നു. സോ നമ്മുടെ ഇന്ത്യൻസിനെ സംബന്ധിച്ചോളം, നമ്മളെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം ജേർണി എന്ന് പറയുന്നത് ചിലപ്പോൾ 9 അല്ലെങ്കിൽ 10, 15, 20 വർഷം എടുക്കുന്ന ഒരു ലോങ് ജേർണിയാണ്. ഇതൊരു ഒരു വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് ഇപ്പോഴേ അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യക്കാര്, മലയാളികളും ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു കള്ളത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മളിങ്ങനെ തലമുറയായിട്ട് എനിക്കൊന്ന് ഇങ്ങനെ കരുതി വന്നിരിക്കുന്നതാണ് തോന്നുന്നു. ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ പഠിക്കുക, എന്നിട്ട് നല്ലൊരു ജോലി കണ്ടെത്തി അതിൽ നല്ലപോലെ വർക്ക് ചെയ്യുക, എന്നിട്ട് പീസ്ഫുള്ളി റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കള്ളത്തരം എന്ന് പറയുന്നത്. പക്ഷെ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഇതിനനുസരിച്ചുള്ള ഒരു പലപ്പോഴും സാലറി കിട്ടാറില്ല, സാലറി ഇൻക്രിമെന്റ് കിട്ടാറില്ല, നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ പോലും നമുക്ക് പലർക്കും കിട്ടാറില്ല. അതുപോലെ റിട്ടയർമെന്റ് പലപ്പോഴും സാധ്യമാകില്ല. പലരും 60 വയസ്സ് കഴിഞ്ഞ് പിന്നെയും ജോലി എടുക്കുന്ന പല സമൂഹങ്ങളിലും പലരും കാണാൻ പറ്റും. പല ചെറിയ ജോബുകളും പാർട്ട് ടൈം ജോബുകളും പിന്നെയും കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. വേറെ പലരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ ഇവർ തങ്ങളുടെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. പിന്നെ അവരുടെ ആശ്രിതത്തിൽ കഴിയേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഈ പേരൻസിനും ഒരു ബുദ്ധിമുട്ടാണ്, മക്കൾക്കും അതൊരു ഭാരമായിട്ട് വരികയാണ്. പിന്നെ ഒരിക്കലും തീരാത്ത EMI-കൾ, അത് കാറിന്റെ EMI ആകാം, ഹൗസ് ലോൺ ആകാം, അങ്ങനെ പല നമ്മൾ ഫർണിച്ചർ വരെ വാങ്ങുന്നതും ഇലക്ട്രോണിക്സ് മൊബൈൽ വരെ വാങ്ങുന്നതും EMI-ലാണ്. അങ്ങനെ ഒരിക്കലും ഒന്നടച്ച് തീർമ്പോൾ വേറൊന്നും, ഇങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്ന EMI എന്ന ട്രാപ്പ്. സോ സാലറി എന്ന് പറയുന്നത് ഇതൊരു സേഫ്റ്റിയാണ്, പക്ഷേ ഇതൊരു ഫ്രീഡം അല്ല. സോ ഇപ്പോൾ പലരും ഇന്ത്യയിൽ റിട്ടയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ വാർദ്ധക്യകാലത്തിൽ എത്തുമ്പോൾ അവർ പലപ്പോഴും PF-ന്റെ എമൗണ്ട് കൊണ്ടൊക്കെയാണ് പിന്നെ അവർ ശിഷ്ടകാലം കഴിഞ്ഞുകൂടാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള തുക കാണത്തില്ല. പിന്നെ മറ്റു പലരുള്ളവർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ മക്കളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വേറെ പലരും ഇനിയും എന്തെങ്കിലും മെഡിക്കൽ ചിലവുകൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ താങ്ങും എന്ന് കരുതി അതിൻ്റെ ഒരു ടെൻഷനിലാണ് അവർ ജീവിച്ചു പോകുന്നത്. കാരണം മിക്കവർക്കും ഇൻഷുറൻസും ഒന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 90% ഓഫ് ഇന്ത്യക്കാരും ഫിനാൻഷ്യലി ഫ്രീ ആകാത്തത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരാത്തത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 4 കാരണങ്ങളാണ് കണ്ടെത്താൻ കഴിയുന്നത്. മെയിനായിട്ട് 4 കാരണങ്ങൾ. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഇൻകം ഡിപ്പെൻഡൻസി എന്നാണ്. അതായത് ഒരൊറ്റ ഇൻകത്തിൽ മാത്രം ആശ്രയിക്കുന്നത്. മിക്ക കുടുംബങ്ങളിലും അതിൽ ഒരാൾ മാത്രമേ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു.
അതായത് മിക്കവാറും ഭർത്താവായിരിക്കും ജോലി ചെയ്യുന്നത്, ബാക്കിയുള്ള അംഗങ്ങൾക്കൊന്നും ഇൻകം ഒന്നും കാണത്തില്ല, അവർക്ക് ജോബ് കാണത്തില്ല, അവർക്ക് വരുമാനം കാണത്തില്ല. അപ്പം ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഭാര്യയാകാം ആരുടെയാലും ഒരാളുടെ ആ ഒരു വ്യക്തിയുടെ മാത്രം ഇൻകത്തിലാണ് ഇവരുടെ എക്സ്പെൻസും പിന്നെ ഇൻവെസ്റ്റ്മെന്റും സേവിങ്ങും എല്ലാം നടക്കേണ്ടത്. അപ്പോൾ അത് വളരെ ഒരു സ്ട്രഗിളിൽ അവരെ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്. രണ്ടാമത്തെ പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്നുള്ളതാണ്. അതായത് സാലറിയിലാണ് അവരുടെ EMI ചിലവുകൾ, കാറിന്റെ ചിലവുകൾ, വീട്ടിലുള്ള മറ്റുള്ള പൊതുവായിട്ടുള്ള ചിലവുകൾ, അപ്പം എല്ലാത്തിന്റെയും ചിലവുകൾ വർഷാവർഷം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സാലറി അങ്ങനെ അധികം കൂടാറുമില്ല. അപ്പം ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ വരുന്നതുടനെ അല്ലെങ്കിൽ വിലക്കയറ്റം വരുന്നതോടുകൂടി വർഷാവർഷം ഇത് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും ഇനി കുറയാൻ പോകത്തില്ല. കാരണം നമ്മുടെ കൺട്രി ഓൾറെഡി വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ചിലവുകൾ ഓട്ടോമാറ്റിക്കായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ ഇൻകം വളരാത്ത സ്ഥിതിക്ക് വളരെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ കൊണ്ടുവന്നെത്തി. മൂന്നാമത്തെ റീസൺ ആണ് ലേറ്റ് ഇൻവെസ്റ്റിംഗ് എന്നുള്ളത്. ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. പലരും ചെയ്യുന്നത് 35-40 വയസ്സ് കഴിയുമ്പോഴാണ് ഇവർ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് അതിനെ പിന്നെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും വളരെ താമസിച്ചു പോയി. അറിയാമല്ലോ, എത്രയും നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നു അത്രയും നേരത്തെ തന്നെ കൂടുതലായിട്ട് നമുക്ക് എമൗണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ മുൻപുള്ള പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. നാലാമത്തെ റീസൺ ആണ് ഫിയർ ഫോർ ബിസിനസ്, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വളരെ ഭയപ്പെടുന്ന ഒരു കൂട്ടരാണ് നമ്മളെപ്പോഴും വളരെ സേഫ് ആയിട്ടുള്ളൊരു ജോബ് കിട്ടുക, ജോബിൽ നിന്നൊരു സാലറി എപ്പോഴും സേഫ് ആണ്, പക്ഷെങ്കിൽ അത് എപ്പോഴും റിസ്കിയാണ്. അറിയാമല്ലോ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജോബ് നഷ്ടപ്പെടാം, നമുക്ക് ജോബിൽ സാലറി കൂട്ടി എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. അപ്പം അത് ഒരു വെല്ലുവിളി അവിടെ എപ്പോഴും നിൽക്കുകയാണ്. അപ്പം ബിസിനസ് റിസ്ക് ആണ്, ജോബാണ് സേഫ് എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മളെപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ആക്ച്വലി ഈ ഇൻഫ്ലേഷൻ ആണ് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്ന ഒരു കാര്യം. സോ അപ്പം ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ ചെന്നെത്താനുള്ള ഒരു റിയൽ ഫോർമുല അതെന്താണ്, അതാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത്, നമുക്ക് ആക്റ്റീവ് ഇൻകം ഉണ്ടായിരിക്കണം, പാസീവ് ഇൻകം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് ഉണ്ടായിരിക്കണം, അതുപോലെ നമുക്ക് അസറ്റും ഉണ്ടായിരിക്കണം. അതായത് ആക്റ്റീവായിട്ടുള്ളൊരു ഇൻകം ഉണ്ടായിരിക്കണം, പാസീവായിട്ടുള്ള ഇൻകം, അങ്ങനെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ 3-4 രീതിയിൽ നമുക്ക് ഇൻകം വരുന്ന ഒരു പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം. അതിൻ്റെ കൂടെ അസറ്റ്, നമ്മൾ കുറച്ച് അസറ്റ് നമുക്കുണ്ടായിരിക്കണം. അത് റിയൽ എസ്റ്റേറ്റ് ആകാം, ഗോൾഡ് ആയിരിക്കാം, ഷെയർ ആയിരിക്കാം, എന്തുമായിരിക്കാം, അത് നമുക്കുണ്ടായിരിക്കണം. ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. അതിന് വേണ്ടുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് ചെലവ് നിയന്ത്രിക്കുക എന്ന് പറയും. അതായത് എല്ലാത്തിൻ്റെയും മൂലകാരണം ഇത് തന്നെയാണ്. നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് ചെലവ് നിയന്ത്രിക്കുക എന്നുള്ളത്. ചെലവ് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തെക്കാൾ കൂടുതൽ ചെലവാണെങ്കിൽ പിന്നെ നമുക്കൊന്നും സേവിങ് കാണത്തില്ല, നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കാണത്തില്ല, നമ്മുടെ കയ്യിൽ ഒരു പൈസ മിച്ചവും കാണത്തില്ല. സോ നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ അല്ലെങ്കിൽ സാലറിയുടെ ഒരു 20-30% നമ്മൾ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ സാലറി കുറവാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ സാലറി കൂടിയ ജോബിലേക്ക് അല്ലെങ്കിൽ ജോബ് മാറുക, അല്ലെങ്കിൽ സാലറി കൂട്ടി കിട്ടാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. സാലറി കുറവാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുക, വേണ്ടാത്ത മറ്റുള്ള തരം എക്സ്പെൻസിലെല്ലാം കുറയ്ക്കുക, ഒരു സൈഡിങ് കണ്ടെത്തുക. അതുപോലെ EMI ട്രാപ്പ് ഉണ്ടെങ്കിൽ EMI ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക, പുതിയ EMI ഒന്നും എടുക്കാതിരിക്കുക. അങ്ങനെ വളരെ നമ്മൾ ഫിനാൻഷ്യലി കൺട്രോൾ ചെയ്ത് നമ്മുടെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്ത് നിർത്തുക. ഒരു എക്സ്ട്രാ സ്കില്ല് നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് വേറൊരു വഴി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ജോബ് സാലറി മാത്രം നിങ്ങളെ ഒരിക്കലും ഫ്രീ ആക്കത്തില്ല. അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ ജോബ് കൊണ്ട് മാത്രം അത് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അതിന് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വരുമാനം കിട്ടുന്ന മറ്റ് പലതരം സ്കില്ലുകളുണ്ട്. അവ പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത്തരം സ്കില്ലുകൾ കാണും, അത് തന്നെ നിങ്ങൾ അതിനെ പോളിഷ് ചെയ്തെടുക്കുക, അതിനെ നിങ്ങൾ വരുമാന മാർഗമാക്കി മാറ്റിയെടുക്കുക ഈ ജോലി സാലറിയുടെ കൂടെ തന്നെ. അപ്പം നമ്മുടെ രാജ്യത്തെ ഹൈ സ്കിൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്കില്ല്, നല്ല ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്കില്ലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷന് ആൻഡ് സെയിൽസ്. നിങ്ങൾ ഒരു നല്ല എക്സ്പെർട്ട് ആണെങ്കിൽ അത് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്. അതുപോലെ അക്കൗണ്ടന്റ്, അതുപോലെ പ്രോപ്പർട്ടി മാനേജ്മെന്റിൽ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി മാനേജർമാര്, അതുപോലെ ഓൺലൈൻ കൺസൾട്ടന്റ്മാര്. അപ്പോൾ ഒരു എക്സ്ട്രാ ഇൻകം സ്ട്രീമെങ്കിലും നിങ്ങൾ അടുത്ത ഒരു 12 മാസത്തിനുള്ളിൽ നിങ്ങൾ കണ്ടെത്തുകയും അത് തുടങ്ങുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് അസറ്റ് ബിൽഡിംഗ് ആണ്. അതായത് അസറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അസറ്റ് ഉണ്ടെങ്കിൽ, അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി മണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ പൊതുവായിട്ടുള്ള
പ്രധാനപ്പെട്ട അസറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകൾ, ഡിവിഡൻഡ് സ്റ്റോക്കുകൾ, ഷെയർ മാർക്കറ്റുകൾ, അതുപോലെ നിങ്ങൾക്ക് റെന്റൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ റെന്റിന് നിങ്ങൾ വീടുകൾ കൊടുക്കാൻ, നിങ്ങളുടെ ഫ്ലാറ്റ് അല്ലെങ്കിൽ കട മുറികളൊക്കെ റെന്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അസറ്റുകളാണ്. പിന്നെ പല സ്മോൾ ബിസിനസ്സുകളുണ്ട്, പിന്നെ സർവീസ് ബിസിനസ്സുകൾ, പിന്നെ ചില ഓൺലൈൻ കണ്ടന്റ് ക്രിയേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ്. ചിലപ്പോൾ യൂട്യൂബ് വീഡിയോകളൊക്കെ അല്ലെങ്കിൽ പല ട്യൂട്ടോറിയൽ വീഡിയോകളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമായിരിക്കാം. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും ഇത് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മണി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ പേഴ്സണൽ ഹോം അല്ലെങ്കിൽ കാറ് ഇതൊന്നും പറയുന്നതൊന്നും അസറ്റൊന്നുമല്ല. അതൊക്കെ നമ്മളുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വർഷാവർഷം ഇതിൻ്റെയൊക്കെ വാല്യൂ കുറഞ്ഞു പോവുകയും ഇതിന് പലതരം മൂല്യച്യുതി സംഭവിക്കുകയും ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും അസറ്റല്ല. സോ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് വേ. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വളരെ വേഗമേറിയ ഒരു മാർഗമാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു വലിയൊരു ബിസിനസ് തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ചെറുതായിട്ട് തുടങ്ങി നമ്മളതിൽ ഫോക്കസ് ചെയ്യുക, നമ്മൾ ക്യാഷ് ഫ്ലോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. സോ ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കതിൽ കൺട്രോൾ ലഭിക്കുന്നതായിരിക്കും. നമ്മളിത് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വാല്യൂ കൊടുക്കാൻ പറ്റുന്ന ബിസിനസ്, സമൂഹത്തിൽ വാല്യൂ കൊടുക്കാൻ പറ്റുന്ന സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് ഒരു തുടക്കമായിരിക്കും. സോ അടുത്തത് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീമിനെ പറ്റിയാണ്. ഇപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർ ഒരൊറ്റ ഇൻകം സ്ട്രീമിൽ അല്ലെങ്കിൽ ഒരൊറ്റ ഇൻകത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഈ സാലറി മാത്രം അതിൽ മാത്രം അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല. അവർക്ക് പലതരത്തിലായിട്ടുള്ള വരുമാന സ്രോതസ്സുകൾ കാണും. ഈ പറഞ്ഞ പോലെ തന്നെ ഷെയറുകൾ കാണും, ഡിവിഡൻറ്റുകൾ കാണും, അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് കാണും, അവർക്ക് മ്യൂച്വൽ ഫണ്ടുകൾ കാണും, റെന്റൽ പ്രോപ്പർട്ടി റെന്റിൽ നിന്നുള്ള വരുമാനം കാണും, അതുപോലെ തന്നെ പല അസറ്റിൽ നിന്നും പല സ്രോതസ്സിൽ നിന്നുള്ള വരുമാനങ്ങൾ അവർക്ക് കാണും. അപ്പം സൈഡ് ഇൻകം, അതുപോലെ ബിസിനസ്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നതിനുള്ള ഇയർലി ഉള്ള റിട്ടേൺ, അങ്ങനെ പാസീവ് ഇൻകങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള വരുമാനത്തിലൂടെയാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൽ നമുക്ക് ഫെയിൽ ആയി പോയാൽ അല്ലെങ്കിൽ ഒരു ഇൻകം സ്ട്രീമിൽ ഫെയിൽ ആയാലും അവിടെ ലാഭമില്ലെങ്കിലും മറ്റുള്ള പല ഇൻകം സ്ട്രീമിൽ നിന്നും നമുക്ക് എപ്പോഴും വരുമാനം വന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു മെച്ചവും ഇതിനകത്തുണ്ട്. അപ്പം ടൈം ലൈൻ എത്ര സമയം ഇതിനൊക്കെ എടുക്കും എന്നുള്ളതാണ് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് എത്ര നാളെടുക്കും ഇതിന് വേണ്ടിയിട്ടെന്നൊക്കെ ഉള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഇന്ത്യൻ സിറ്റുവേഷൻ വെച്ചാണ് പറയുന്നത് ഏതൊക്കെ ഏജിൽ എത്തുമ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എത്താൻ വേണ്ടി ചെന്നണം എന്നുള്ളതാണ് പറയുന്നത്. 25 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ മിക്ക ഇന്ത്യൻ ആൾക്കാരും അവരുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കും. അപ്പോൾ 25 മുതൽ 30 വരെയുള്ള വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ന്യൂ ജോബിലേക്ക് കടന്നെത്താനും അതിൽ നിന്ന് എക്സ്പീരിയൻസ് നേടാനുമുള്ള ഒരു സമയം. ഈ 30 മുതൽ 35 വയസ്സിനിടയിൽ നമ്മൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം 30 വയസ്സിനുള്ളിൽ തന്നെ നിങ്ങൾ വലിയ എക്സ്പീരിയൻസ്ഡ് ആയി. അപ്പം 30 കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൾഫിൽ പോയോ അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ഹൈ ജോബിൽ എത്തുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അസറ്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള 35 മുതലുള്ള 45 വയസ്സ് വരെ നമ്മൾ നമ്മുടെ ഇൻകം സ്കെയിൽ ചെയ്യാൻ വേണ്ടി, ഇൻകം കൂട്ടുവാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അസറ്റും ഉണ്ടാക്കി മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീം ഉണ്ടാക്കി അതിൽ നിന്ന് നമ്മുടെ വരുമാനം ഡബിളോ ട്രിപ്പിളോ ആക്കുവാൻ വളരെ സ്കെയിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏജ് ഒക്കെ ഒരു 40 കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. അപ്പം ഇതൊന്നും നമ്മൾ ആരും പ്രത്യേകിച്ച് സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസോ ഒന്നും പറഞ്ഞു തരാറില്ല. അപ്പം ഇതൊക്കെ വളരെ 20s ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യുവാണെങ്കിൽ 40 ആകുമ്പോഴത്തേക്ക് നമുക്ക് റിയലി ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരുവാനും വളരെ നമുക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് നയിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻസിനും ഫിനാൻഷ്യൽ ഫ്രീഡം സാധ്യമാണ്, പക്ഷെ അതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, സാലറി നിങ്ങൾക്ക് ഒരു കംഫർട്ട് തരും, പക്ഷെ അതൊരിക്കലും ഫ്രീഡം തരത്തില്ല. സോ അസറ്റ്സ് ആണ് ഫ്രീഡം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി ആക്സിലേറ്റ് ചെയ്യുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതിന് വേഗം കൂട്ടും, ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരാനുള്ള വേഗം കൂട്ടും. അതുപോലെ ഇതിനു വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിക്കുകയും വേണം. സോ അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങുക, നാളെയല്ല തുടങ്ങേണ്ടത്, ഇന്ന് തന്നെ തുടങ്ങുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.